ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ ആർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ്. നമുക്കറിയാം പുതിയ സിലബസാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം, ഏകദേശം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ആർട്ട് എഡ്യൂക്കേഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൂഫി ഡാൻസ്. സൂഫി നൃത്തത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. മലയാള മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ്. ദ സൂഫി ഡാൻസ് ഈസ് എ ട്രഡീഷണൽ ആർട്ട് ഫ്രം പ്രാക്ടീസസ് ഇൻ ഈജിപ്ത് ആൻഡ് തുർക്കി. ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ സൂഫി ഡാൻസ് ഈസ് ഇറ്റ്സ് സ്റ്റെപ്പ്, which involve the performers whirling around continuously for an hour or so. The Sufi dance represents the idea that movement can help raise the mind and body to a state of intense concentration. പരമ്പരാഗത തുർക്കി ഈജിപ്ത് കലാരൂപമാണ് സൂഫി നൃത്തം. 1 മണിക്കൂറോളം തുടർച്ചയായി വട്ടത്തിൽ കറങ്ങുന്ന ചുവടുകളാണ് സൂഫി നൃത്തത്തിൻ്റെ പ്രധാന ആകർഷണം. ചലിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമാക്കാമെന്ന ആശയമാണ് സൂഫി നൃത്തം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓഫ് സൂഫി ഡാൻസ്? സൂഫി നൃത്തത്തിൻ്റെ പശ്ചാത്തല സംഗീത പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് എ സ്വീറ്റ് ആൻഡ് ഇമോഷണൽ തബല, ഔഡ് ആൻഡ് ഗിറ്റാർ സൂഫി മ്യൂസിക് വിത്ത് അറേബ്യൻ തുർക്കിഷ് പെർക്യൂഷൻ, ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് ആൻഡ് ക്ലാപ്സ്. അറേബ്യൻ ടർക്കിഷ് താളവാദ്യവും പശ്ചാത്തല സംഗീതവും കൈകൊട്ടിയുമൊക്കെയുള്ള മധുരവും വൈകാരികവുമായ തബല, ഊത്, ഗിറ്റാർ വായനയുമാണ് സൂഫി പരമ്പരാഗത പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൂഫി നൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് നാദം ഡിസ്ക്രൈബ്? നാദത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു, ഏതൊക്കെയാണ് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നാദത്തെക്കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇൻ ക്ലാസിക്കൽ ഇന്ത്യൻ treatises on music, nadam is described as being of 2 types, ahada nadam and anahata nadam. Ahada refers to sounds that can be heard by the ear, while anahata refers to sounds that are not perceptible to human senses. ആധികാരിക സംഗീത ഗ്രന്ഥങ്ങളിൽ നാദത്തെ ആഹതനാദമെന്നും അനാഹതനാദമെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ട് കേൾക്കാൻ കഴിയുന്ന നാദത്തെ ആഹതമെന്നും കേൾക്കാൻ കഴിയാത്ത നാദത്തെ അനാഹതമെന്നുമാണ് പറയുന്നത്. അപ്പോൾ നാദം 2 തരത്തിലാണുള്ളത്, ഒന്ന് ആഹതനാദം, മറ്റൊന്ന് അനാഹതനാദം. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റോറി ബോർഡ്? സ്റ്റോറി ബോർഡ് എന്നാൽ എന്താണ് സ്റ്റോറി ബോർഡ്? A storyboard is a collection of sequential pictures that help us visualize each scene before we shoot it. We can include instructions for the shoot in the storyboard. ദൃശ്യം ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരുന്ന ചിത്രങ്ങളെയാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. ചിത്രീകരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഇവയിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോറി ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം എന്താണ് സ്റ്റോറി ബോർഡ് എന്ന് വരാം, അല്ലെങ്കിൽ ദൃശ്യം ചിത്രീകരിക്കുന്നത് സഹായിക്കുന്ന എന്താണുള്ളത് എന്നൊക്കെ ചോദിക്കാവുന്നതും ഉണ്ട്. 5ാമത്തേത്, റൈറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബിർജു മഹാരാജ്. ബിർജു മഹാരാജിൻ്റെ പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബിർജു മഹാരാജ് ഈസ് ആൻ ഐക്കൺ ഓഫ് ദ ലക്നൗ ഘരാന ഓഫ് കഥക്. He headed the Kathak Kendra of the Government of India Sangeet Nadak Academy for many years. He has won several accolades, including the Padma Vibhushan, and has worked as a choreographer for several films. നൃത്തത്തിലെ ലക്നൗ ഘരാനയുടെ വക്താവായ നർത്തകനാണ് ബിർജു മഹാരാജ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കഥക് കേന്ദ്രയുടെ പ്രധാന ചുമതലക്കാരനായിരുന്നു. ധാരാളം സിനിമകളിൽ നൃത്ത സംവിധായകനായി പ്രവർത്തിച്ച ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ അടക്കം നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. 6ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് സോങ്സ്? വിവിധ തരം സംഘഗാന ശാഖകൾ ഏതൊക്കെയാണ് സംഘഗാന ശാഖകൾ എന്ന് പറയുന്നത്? പാട്രിയോട്ടിക് സോങ്, ഫോക്ക് സോങ്, വഞ്ചിപ്പാട്ട്. ഓക്കെ, ദേശഭക്തി ഗാനം, നാടൻ പാട്ട്, വഞ്ചിപ്പാട്ട്. ഒന്നുകൂടെ പറയാം, പാട്രിയോട്ടിക് സോങ്, ഫോക്ക് സോങ്, വഞ്ചിപ്പാട്ട്. ദേശഭക്തി ഗാനം, നാടൻ പാട്ട്, വഞ്ചിപ്പാട്ട്. 7ാമത്തെ ചോദ്യം, വാട്ട് സ്പെഷ്യൽ അബൌട്ട് ഗ്രൂപ്പ് സോങ്സ്?
സംഘഗാനാലാപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഘഗാനം ആലപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് സംഘഗാനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആലപിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും കൂടെ നോക്കണം. അൺഫൈഡ് വോക്കൽ, ക്ലിയർ ഡിക്ഷൻ, റിതം, കളക്റ്റീവ് കോൺഷ്യസ്നെസ്, അപ്രോപ്രിയേറ്റ് ശ്രുതി ഓർ പിച്ച്, പൊസിഷൻ ഓഫ് ടൈമിംഗ്. എന്താണ്? ശബ്ദ ഏകീകരണം ഉണ്ടായിരിക്കണം, ഉച്ചാരണ ശുദ്ധി, താളം, സംഘബോധം, അനുയോജ്യമായ ശ്രുതി, കൃത്യമായ സമയക്രമം, ഇതെല്ലാം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എട്ടാമത്തേത് വാട്ട് ഈസ് ഫോളി? ഫോളി എന്നാൽ എന്ത്? ഫോളി ഈസ് ദ ആർട്ട് ഓഫ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റിംഗ് സൗണ്ട്സ് ഇൻ എ സ്റ്റുഡിയോ ടു സ്യൂട്ട് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഇൻ എ ഫിലിം. ദ പ്രൊഫഷൻ ഹു ഡസ് ദിസ് ഈസ് കോൾഡ് എ ഫോളി ആർട്ടിസ്റ്റ്. സിനിമയുടെ കഥാസന്ദർഭത്തിന് അനുസരിച്ചുള്ള ശബ്ദങ്ങളെ കൃത്രിമമായ രീതിയിൽ സ്റ്റുഡിയോക്കുള്ളിൽ നിർമ്മിക്കുന്നതിനെയാണ് ഫോളി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. സിനിമയുടെ കഥാസന്ദർഭത്തിന് അനുസരിച്ചുള്ള ശബ്ദങ്ങളെ കൃത്രിമമായ രീതിയിൽ ഒരു സ്റ്റുഡിയോക്കുള്ളിൽ നിർമ്മിക്കുന്നതിനെയാണ്. ഇപ്പോൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലേ, കൃത്രിമമായിട്ടുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ സൗണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇത്തരത്തിൽ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇത് നിർമ്മിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഫോളി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഫോളി ആർട്ടിസ്റ്റ്. ഒൻപതാമത്തെ ചോദ്യം, there are several artists who have overcome great challenges through their art. Write any two name of them. പ്രതിസന്ധി ഘട്ടങ്ങളെ സർഗാത്മകമായി തരണം ചെയ്ത നിരവധി വ്യക്തികളുണ്ട്. 2 പേരുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് കൂട്ടുകാരെ ഇത്തരത്തിലുള്ളത്? 2 പേരുടെ പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ആരാണ്? ബിനോദ് ബെഹാരി മുഖർജി. ഓക്കെ, ബിനോദ് ബെഹാരി മുഖർജി, ഹെൻറി മത്തീസെ, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ. 10ാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ സം ചെക്ക് ലിസ്റ്റ് ഫോർ ദ പപ്പറ്റ് ഷോ. പാവകളിയുടെ അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പാവകളിയെ കുറിച്ചിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് പാവകളി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? The puppet player should put on the puppet characters on his or her hand or fingers or dangle them from a string. The puppet player should be hidden behind the curtain. Only the puppet characters should be visible to the audience. Usually it is the puppet player who delivers the dialogues. While presenting different characters, the voice and tone should be changed to suit each character. അഥവാ തിരശ്ശീലയ്ക്ക് മറയിലിരുന്ന് പാവകളെ കയ്യിൽ പിടിച്ച് ഉറപ്പിച്ച് പുറത്തേക്ക് കാണത്തക്ക വിധമാണ് രംഗത്ത് പാവകളി അവതരിപ്പിക്കേണ്ടത്. പാവകൾ കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് സാധാരണ കഥാപാത്രങ്ങളെ സംഭാഷണവും അവതരിപ്പിക്കാറുള്ളത്. ഒരാൾ ഒന്നിൽ കൂടുതൽ പാവകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തിനും ശബ്ദത്തിലും വ്യത്യസ്തത പുലർത്തണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാവകളി കളിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ കർട്ടൻ്റെ ബാക്കിലായിരിക്കണം, പക്ഷേ പാവകളെ മാത്രമേ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്താ, ഒന്നിൽ കൂടുതൽ പാവകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സൗണ്ടിൽ ചേഞ്ചസുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആരാണോ ഇത് ചെയ്യുന്നത് അവർ തന്നെയാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യാറ്. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയത് ആർട്ട് എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, വാട്ട് ഈസ് മസിൽ ക്രാംപ്സ്? Contraction and relaxation of muscles help us to move, but in certain situations, painful and involuntary contractions occur in our muscles. This is called muscle cramps. പേശികളുടെ സങ്കോചവും വികാസവും നടക്കുന്നതിലൂടെയാണ് ചലനങ്ങൾ സാധ്യമാകുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വേദനാജനകവും അനൈച്ഛികവുമായ സങ്കോചം പേശികളിൽ സംഭവിക്കുന്നു. ഇതാണ് പേശി വലിവ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. കോൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻസ് ഓഫ് മസിൽസ് ഹെൽപ്പ് us to move, but in certain situations painful and involuntary contractions occur in our muscles. This is called muscle cramps. Okay. Second question, what is importance of knowledge of first aid? പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? എന്തിനാണ് മനസ്സിലാക്കുന്നത്? എന്തിനാണ് കൂട്ടുകാരെ? Knowledge of first aid is essential for timely and confident management of injuries that occur during a game or in other situations. കളികൾക്കിടയിലോ മറ്റ് സാഹചര്യങ്ങളിലോ ഉണ്ടാകുന്ന പരിക്കുകൾ സംയോജിതമായി ആത്മവിശ്വാസത്തോടെ നേരിടാൻ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവ് അനിവാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ കളിക്കുമ്പോഴോ മറ്റോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ഇഞ്ചുറി ഉണ്ടായാൽ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിയൽ കമ്പൽസറിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്നാൽ എന്ത്? എ സ്ട്രെയിൻ ഈസ് എൻ ഇഞ്ചുറി ടു മസിൽസ് ഓർ ടെൻഡൻസ്. പേശികൾക്കോ സ്നായുകൾക്കോ ഉണ്ടാകുന്ന പരിക്കാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്.
Fourth one, what are the factors that helped ക്രിസ്റ്റ്യൻ എറിക്സൺസ് എസ്കേപ്പ് ഫ്രം ഡെത്ത്? മരണത്തെ അതിജീവിക്കാൻ ക്രിസ്റ്റ്യൻ എറിക്സനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രോംപ്റ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ഫെല്ലോ പ്ലെയേഴ്സ്, ടൈംലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫസ്റ്റ് എയ്ഡ്, ഇമ്മീഡിയറ്റ് മെഡിക്കൽ അസിസ്റ്റൻസ്. സഹകളിക്കാരുടെ സംയോജിതമായ ഇടപെടൽ, കൃത്യസമയത്തുള്ള പ്രഥമ ശുശ്രൂഷ, പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കിയതിലൂടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾ ക്രോസിംഗ് ഗെയിംസ്? ഒബ്സ്റ്റക്കിൾ ക്രോസിംഗ് ഗെയിമുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? എബിലിറ്റി ടു ഡെവലപ്പ് ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കിൽസ്, ടു ഗെറ്റ് ഔട്ട് സേഫ്ലി ഫ്രം ഡേഞ്ചർ സിറ്റുവേഷൻസ്, ഫിസിക്കൽ എക്സസൈസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫൺ ആർ ഒബ്റ്റെയിൻഡ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവ് നേടുന്നു, അപകടഘട്ടങ്ങളിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു കടക്കാൻ, ശാരീരിക വ്യായാമം, അയവ്, ഉല്ലാസം എന്നിവ ലഭിക്കാൻ. ഇതിനൊക്കെയാണ് നമ്മൾ ക്രോസിംഗ് ഗെയിമുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കുറച്ച് മോഡലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, GK ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഇതും കൂടെ കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിൻ്റെ മുന്നേ ആയിട്ട് അതും കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഇനാബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വേഗം ഈസി ആയിട്ട് വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.